ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ഇടതുമുന്നണിക്കുള്ളിൽ മുറുമുറുപ്പുണ്ട്. മന്ത്രിസഭാ മുന്നണി യോഗങ്ങളിൽ അതൃപ്തി അറിയിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തും പുരോഗമിക്കുകയാണ്. പി വി അൻവർ MLA കൊളുത്തിയ തീ മുന്നണിയിലേക്കും ആളിപ്പടരുകയാണ്. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട്. അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് കേരള കോൺഗ്രസും വിഷയം ചർച്ച ചെയ്തു. മന്ത്രിസഭയിലും മുന്നണിയിലും അതൃപ്തി അറിയിക്കാനാണ് തീരുമാനം. പരസ്യപ്രതികരണം നടത്തി തൽക്കാലം മുന്നണിയെ പ്രതിരോധത്തിൽ ആക്കേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അന്വേഷണം, പ്രത്യേകിച്ച് ഒരു MLA പറയുമ്പോൾ അന്വേഷണം വേണമല്ലോ. അന്വേഷണം നടത്തുന്നുണ്ട്, അന്വേഷണം വരട്ടെ. അത് പക്ഷേ സമയബന്ധിതമായി അന്വേഷണം നടത്തി പൂർത്തീകരിക്കട്ടെ. അൻവർ മയപ്പെട്ടാലും പ്രതിഷേധം ശക്തമാക്കുമെന്ന പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി അവസരം ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. RSS ബന്ധം ആരോപിച്ച VD സതീശൻ ഇന്ന് രംഗത്ത് വന്നതും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട്. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. തെരുവിലേക്കും പ്രതിഷേധം പടർത്താനാണ് UDFന്റെ ആലോചന. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. 24 തിരുവനന്തപുരം.